അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഉണ്ടാക്കവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് മല്ലി ഇടുക. മല്ലി നന്നായിട്ട് മൂത്ത് വരണം. നമ്മൾ കയ്യിൽ പിടിക്കുമ്പം പൊടിയുന്ന പരുവത്ത്, അതാണ് അതിൻ്റെ പാകവേ. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മല്ലി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തൊരു 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതോടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് നടുന്ന് ചുമന്ന് വരട്ടെ. ഇപ്പം നമ്മൾ ഏകദേശം പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് സാമ്പാർ പരിപ്പിൻ്റെ അതും 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂത്ത് മാറ്റി വെക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്, മാറ്റാം. ഇനി നമുക്ക് ചെറുപയർ പരിപ്പ്, തൊലി കളഞ്ഞ് ചെറുപയർ പരിപ്പിൻ്റെ പരിപ്പ് അതെടുത്തിട്ടുണ്ട്. 1.5 സ്പൂണ്, 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്, മാറ്റാം. ഇനി നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മട്ടയരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്ത് പൊട്ടിച്ചെടുക്കണം. അരി നന്നായിട്ട് പൊട്ടണം. അരി നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാവേ. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴേ. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നും ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളകും വറുത്തിട്ടുണ്ടായിരുന്നേ. കറിവേപ്പിലയും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉലുവ ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ സാമ്പാർ പൊടി കഴിക്കും. അത് കാരണം ഞാനൊരു 1.5 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നല്ല ജീരകം അതും ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ജീരകം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഏകദേശം അതും ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. അതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഇനി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. മറ്റേ ഞാൻ ചേർത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് കായമാണ്. കട്ടക്കായമാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടിക്കായമാണ് എടുത്തിട്ടുണ്ട്. കായം നമ്മൾ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ സാമ്പാറിന്. ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാം കായത്തോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിനി മാറ്റി നമ്മൾ മറ്റുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് തന്നെ മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് നന്നായിട്ട് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ ശുദ്ധവും നല്ല വൃത്തിയായിട്ട് എടുത്ത സാമ്പാർ പൊടിയാണ്. നമുക്ക് വിശ്വസിച്ച്, അതായത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രിസർവേറ്റീവ്സ് ഒന്നും ചേരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ സാമ്പാർ പൊടിയാണ്. ഇനി ഇതൊന്ന് ആറട്ടെ. ഇപ്പം നമ്മുടെ പൊടി നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ല ശുദ്ധമായിട്ടുള്ള സാമ്പാർ പൊടിയാണ്. നമ്മൾ ഒരു പണ്ടത്തെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു രുചിയാണ്. പ്രത്യേകമായ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റൊന്നുമല്ല. നല്ല കായമൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നല്ലൊരു പ്രത്യേക രുചിയാണ് കഴിക്കാനായിട്ട്. ഇതിനെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇത് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല ഒരുപാട് നാൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചൊരു ചെറിയ ടിന്നിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാലും കാലങ്ങളോളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം അതിനകത്ത് പലതരം പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർന്നിട്ടുണ്ട്. ഇത് നല്ല ശുദ്ധമായിട്ടുള്ള സാമ്പാർ